ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും ഓർക്കും എന്താണ് ഞാനിന്നിങ്ങനെ ഒരുങ്ങിയൊക്കെ നിന്ന് വീഡിയോ എടുക്കുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ സമയം 5:30 പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത് ആഘോഷിക്കാനായിട്ട് കേക്കൊന്നും മുറിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഏട്ടാപ്പ് ഇവിടെ വന്നപ്പം വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആര് നിൽക്കും? നിങ്ങൾ നിൽക്കണം അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാ. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേനും ഏട്ടാപ്പ് ചോദിച്ചു, ശരിയാ കേക്കൊന്നും മുറിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഭയങ്കര സങ്കടമായി, 30ാമത്തേതല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ചുമ്മാ ഏട്ടാപ്പ് ചോദിച്ചു, അച്ഛൻ അവിടെ അച്ഛൻ്റെ പണി കഴിഞ്ഞിട്ട് എപ്പോഴാണ് അച്ഛൻ്റെ റൂമിൽ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു 6 മണി 6:30 ആകുമ്പോഴത്തേക്കിനും അച്ഛൻ പണി കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. എന്നാൽ ഒരുങ്ങിക്കോ, നമുക്കങ്ങ് പോയേക്കാവുന്നു. ആ ഒരൊറ്റ വർത്തമാനത്തിൻ്റെ പുറകിൽ ഒരുങ്ങി നിൽക്കുന്ന ഞങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ എരുമേലിക്ക് പോവാണ്. പക്ഷെ അച്ഛൻ അറിയത്തില്ല കേട്ടോ, ഞങ്ങൾ എരുമേലിയിലേക്ക് വരുന്ന കാര്യമോ ഒന്നും അച്ഛൻ അറിയത്തില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പം അച്ഛൻ അതൊരു വലിയ സർപ്രൈസ് ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അച്ഛൻ ചീത്ത പറയുമായിരിക്കും പറയാതെ വന്നതിന്, അല്ലേ അമ്മ? സന്തോഷമാകും. അച്ഛൻ രാവിലെ അമ്മയെ വിളിച്ച് വിഷൊക്കെ ചെയ്തു, വെഡിങ് ആനിവേഴ്സറി വിഷൊക്കെ ചെയ്തു. ഇന്നലെ ലൈവ് കണ്ടവർക്കറിയാം, അച്ഛൻ ഇന്നലെ തൊട്ടേ അമ്മയെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുക വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അച്ഛൻ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, അവരൊന്നും സ്റ്റാറ്റസ് പോലും രാവിലെ ഒന്നും ഇട്ടില്ല. ഉടനെ എഴുന്നേറ്റ് വന്ന ഉടനെ അമ്മ പറഞ്ഞു, ഉടനെ സ്റ്റാറ്റസ് ഇട്ട് അച്ഛനെ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പം നമുക്ക് എരുമേലിയിലോട്ട് പോകാം, അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന വഴിക്ക് ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എരുമേലിയിൽ എത്തിയിട്ട് കാണാം, പോകുന്ന വഴിയുള്ള കാഴ്ചകളും കാണിക്കാം. അങ്ങനെ നമ്മൾ കാറെ കയറി അപ്പുറത്ത് പോവാ. അപ്പം നമുക്ക് പോകുന്ന വഴി കാണാൻ ഒരു കേക്ക് മേടിക്കണം. ഈ കേക്ക് മേടിക്കാൻ നിർത്തുന്ന എവിടാന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് അവിടെ നിർത്തുമ്പോ കാണിക്കാം. എന്നാ അമ്മേ പറയാനുള്ള? എന്നെ പറയാം, അങ്ങോട്ട് മത്സ്യം ഞെട്ടിപ്പോ. അച്ഛൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല ഇങ്ങനെ ഒരു ചിന്ത. അച്ഛൻ രാവിലെ എല്ലാം പറഞ്ഞു ആശുപത്രിയിലൊക്കെ പോകുമല്ലേ എന്നൊക്കെ പറഞ്ഞ് രാവിലെ വിളിച്ചു. ഉച്ചയ്ക്കൊന്നും വിളിക്കാൻ സമയം കിട്ടി കാണത്തില്ല, മനസ്സിലൊക്കെ അച്ഛൻ. പക്ഷെ ഞങ്ങളത് ചെല്ലുമെന്ന് ഞാനും ചുമ്മാ പറഞ്ഞാൽ ഞാനും വിചാരിച്ചോട്ടോ, പോകുമെന്ന് ഞാനും വിചാരിച്ചില്ല. എന്തായാലും നിങ്ങളെങ്ങനെ സുമ്മ എന്തെങ്കിലും പറയാറുണ്ട്? അമ്മ നേരത്തെ തൊഴിലുറപ്പിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും ആൾക്കാരൊക്കെ ആയിട്ട് കണ്ട് സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ അമ്മ കൊച്ചിനെ നോക്കുന്നത് ഫുൾ ടൈം വീട്ടിൽ തന്നെ. പിന്നെ ചിറ്റ വരുന്നതാണ് അമ്മയ്ക്ക് ഒരു ആശ്വാസം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ വല്ലപ്പോഴും പുറത്ത് കൊണ്ടുവന്ന് അവരെ സംബന്ധിച്ചോളം അവർക്ക് നല്ല കാര്യം, മനസ്സിന് സന്തോഷം കിട്ടും. നമുക്കും പല വഴക്കുകളിൽ നിന്ന് ഒഴിവാകാം. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം കാർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പോകാൻ പറ്റും. ഞാൻ എപ്പോഴും പറയത്തില്ല, കാർ ഉള്ളതുകൊണ്ടാണ് പോകാൻ പറ്റുന്നത്. അതെ, കാറ് നമുക്ക് ഇഷ്ടമുള്ളപ്പോ അല്ലേ, ഇഷ്ടമുള്ളിടത്ത് പോകാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ നമുക്ക് വലിയ പെട്രോൾ അടിക്കുന്ന പൈസ മാത്രമേ മുടക്കാവുന്നുള്ളൂ. പക്ഷെ നമ്മുടെയൊക്കെ സാമ്പത്തിക സ്ഥിതിയിൽ അത് മുടക്കാണെന്ന് വെച്ചാൽ മുടക്ക് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലുതാണല്ലോ ഹാപ്പിനെസ്. അതുകൊണ്ട് നമ്മൾ പോകുന്നു. വെഡിങ് ആനിവേഴ്സറി അല്ലേ, 30 വർഷമല്ലേ ഇവരുടെ, 30ാമത്തെ വർഷമാണ്. ഞങ്ങൾ ITI പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടുകാരെല്ലാരും കൂടെ വന്നിട്ട് ഒരു ആഘോഷം ആഘോഷിച്ചത്. എത്രയോ 20ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചായിരുന്നു. അത് അടിപൊളി ആഘോഷമായിരുന്നു. ഇവരെ എല്ലാരും ഞെട്ടിച്ചു കൊണ്ട് നല്ലൊരു ആഘോഷമായിരുന്നു. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്, എന്താവും എന്തായാലും നമുക്ക് പോവാം. സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ അച്ഛൻ എപ്പോഴത്തേന് എത്തുവോ. അതിലും വലിയ കോമഡി എന്നാന്നറിയാവോ, ഞാൻ കണ്ണാടി എടുത്തിട്ടില്ല. എന്നോട് വഴി പറയാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും കാണാൻ പറ്റില്ല. കണ്ണാടി എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മള് എരുമേലിയിലോട്ട് പോയിട്ട് മണിമേലെ വന്ന് സ്റ്റോപ്പായി. ഏട്ടാപ്പു കേക്ക് തന്നെ ഇവിടെ ഒരിടത്തൊരു ബേക്കറിയിൽ കേക്ക് മേടിക്കാൻ പോയേക്കുവാണ്. തേണ്ട കേക്കുമായി വന്നു. ബിസ്ക്കറ്റും കൊണ്ടാ വന്ന കുഞ്ഞിന്. കേക്ക് ആണ്ടിരിക്കുന്ന കേക്ക് കേക്ക് അച്ഛനെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചു. അച്ഛൻ എരുമേലി വരെ പോയിരിക്കുവാണെന്ന് പറഞ്ഞു. എരുമേലിലോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരാൻ വേണ്ടി വല്ലതും ആണോ എന്നാ കോമഡി ആയിരിക്കും. നമ്മൾ അങ്ങോട്ട് പോവാ മണിമേലെ.
വിചാരിച്ചു അങ്ങനെ ഇരിക്കുമെന്ന്. ഞാൻ വിചാരിച്ചു അച്ഛന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അച്ഛൻ വീട്ടിലോട്ട് വരുമായിരിക്കും വിചാരിച്ചു. ഞാൻ വിചാരിച്ചെന്ന് അച്ഛൻ വരുമായിരിക്കുന്നു. അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു അച്ഛന് ലോട്ടറി ഒക്കെ അടിച്ചെന്നൊക്കെ പറഞ്ഞു. ഓ എന്നെ വേണോ പിന്നെ സുഖമല്ലേ. ഞാൻ വിചാരിച്ചു അമ്മയുടെ അതൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ വരുമായിരിക്കും അത് വെച്ച്. ഞാൻ വിചാരിച്ച അമ്മയോട് അതൊക്കെ പറഞ്ഞപ്പോഴേ അച്ഛൻ വരുമായിരിക്കും. അതെ നാളെയോ? അതെ ശരി അച്ഛൻ ശരി. ഞാൻ ജോലിക്ക് പോയിക്കോന്നല്ലോ പറഞ്ഞേ. അച്ഛൻ എവിടാ? അച്ഛൻ തിരിച്ചു വന്നിട്ടിരിക്കും. അച്ഛൻ എവിടാന്നറിയാൻ വേണ്ടി വിളിച്ച. ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടുന്ന് നേരെ മേലോട്ട് കിടക്കുന്ന വഴിയാണ് അച്ഛൻ താമസിക്കുന്നിടത്തോട്ട് പോകേണ്ടത്. സ്ട്രൈറ്റ് പോകുന്നത് എരുമേലിയിലോട്ടാണ്. അച്ഛൻ എരുമേലിയിലോട്ട് പോയ നമ്മ കുറച്ച് മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞു എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു? പൊക്കോളാൻ പറഞ്ഞു. അച്ഛൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞോ? നമുക്ക് പോയി പാത്തിരിക്കാം. പിന്നെ വണ്ടിയായിട്ട് ഞാൻ പാത്തിരിക്കാം. എരുമേലിന്ന് ശബരിമലയിലോട്ട് പോകുന്ന ആ റോഡാ ഈ സ്ഥലത്തിന്റെ പേരെന്ന് അച്ഛൻ പറയുന്നത്. ഏതാണ്ട് ഒരു കുളവാ, അതുകൊണ്ട് കുഴിയോ കുളവോ കണ്ട. നാളെ അച്ഛൻ വരുമോ? നാളെ അച്ഛൻ വരുമെന്ന്. അച്ഛന് ലോട്ടറി അടിച്ചു 5000ന്റെ 4 തന്നെ ഓഫ് ചെയ്തത്. 5000ന്റെ 4 അതും അച്ഛനെ കൊണ്ട് ചെല്ലാക്കി. അച്ഛന്റെ പിറന്നാളിനും അച്ഛൻ അടിച്ചായിരുന്നു. അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അച്ഛനെ പഠിച്ചു. എന്റെ ഒരു ഭാഗ്യം. എന്റെ ഒരു ഭാഗ്യം. അങ്ങനെ എന്റെ ഒരു ഭാഗ്യം. നമുക്ക് നോക്കാം. അച്ഛന് ഏകദേശം മനസ്സിലാവുന്നുണ്ടോ തോന്നുന്നു. ഞാൻ ജോലി സ്ഥലത്താന്ന് പറഞ്ഞിട്ട് ഇവൻ കടന്നിവിടെ ഈ സ്ഥിതിക്ക് അടിച്ച അവനെങ്ങനെ അവൻ അങ്ങനെ ലൈറ്റ് എടുത്തു. ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ എരുമേലി വന്നു. അച്ഛന്റെ പണി സൈറ്റിങ് വന്നു. അമ്മ അച്ഛൻ പക്ഷെ ഇതുവരെ എരുമേലി നിങ്ങൾ വന്നില്ല. ഒന്നോന്ന് അറിയത്തില്ല. അതെ ഏട്ടാപ്പു ആദ്യം പോകും, പുറകെ ഞങ്ങൾ പോകും. ഏട്ടാപ്പു ചുങ്കപ്പാറയിൽ വർക്കും കഴിഞ്ഞ് വരുന്നെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏട്ടാപ്പുവിന് പോകാം. അപ്പം അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ ഏട്ടാപ്പു മിസ് കോൾ അടിക്കും. അങ്ങനെയാണെങ്കിൽ കേക്കുമായിട്ട് ഞാനും അമ്മയും കുഞ്ഞും കൂടെ എൻട്രി. അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഏട്ടാപ്പു അച്ഛൻ ഇവിടെ പോകുന്നില്ല. അച്ഛൻ ഇവിടെ വന്നെന്നും പറഞ്ഞൊന്ന് വിളിച്ചു. ഏട്ടാപ്പു അതിനെന്നാ? കാറിലാ പോയെങ്കിലോ? പാട്ട് മാത്രല്ലേ നമ്മള് കേട്ടുള്ളൂ. അത് ബസ്സിലാണോ കാറിലാണോ നമുക്കറിയത്തില്ലല്ലോ. അച്ഛൻ ബസ്സിനാ പോകുന്നുണ്ട് പറഞ്ഞായിരുന്നു. ലോട്ടറി അടിച്ചുകൊണ്ട് ഇവരെല്ലാരും കൂടെ കൂടി പോയെങ്കിൽ. ബംഗാളി ഇല്ല, ബംഗാളി നാട്ടിൽ പോയി. അച്ഛൻ മാത്രമേ ഉള്ളൂ പറഞ്ഞില്ലേ. എന്തായാലും 7 മണിയാട്ടെ. ഏഴായില്ല. അപ്പൊ നമുക്ക് നോക്കാം. എന്തോ ഇവിടുത്തെ എല്ലാം വണ്ടിയുടെ സ്റ്റീരിയോ ഈ മുന്തിരിങ്ങ കൊല സകലതും പറിച്ചോ എല്ലാം നശിപ്പിക്കുക. എന്നെ എടുക്കാൻ പറ്റും? നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ എല്ലാ സ്വഭാവവും കേട്ടോ. ഇനി വണ്ടി വൃത്തിയാക്കാണ്, തൂക്കുവാണ്, മാറാല. എന്നാ ചെയ്യാനാ പിള്ളേരെ കൊണ്ടല്ലേ? നിങ്ങളൊക്കെ പിള്ളേരിങ്ങനെയാണോ? നിങ്ങളൊക്കെ എന്താ ചെയ്യാറുള്ളതെന്നൂടെ പറ. പാവം എണ്ണിപ്പിക്കുന്നു. പോട്ടെട്ടാ, അപ്പൊ സാരില്ല. സങ്കടായി. നോക്കിട്ട് പാടാ കണ്ടോന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഏട്ടാപ്പ് മിസ് കോൾ അടിച്ചു. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം. ദേ അമ്മയുടെ കയ്യിൽ കേക്കൊക്കെ ഉണ്ട്. നമ്മൾ പയ്യെ സൈറ്റിലോട്ട് പോകാം. കൂടുതൽ വിശേഷങ്ങൾ സർപ്രൈസൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം. ഉണ്ടെന്ന് മെസ്സേജ് അയച്ചു എനിക്ക് വരാനെന്നും പറഞ്ഞു. കണ്ടു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അച്ഛൻ എങ്ങനെ കണ്ടു?
ഇപ്പൊ ഇവിടെ ഇതാണ് അച്ഛന്റെ സാമ്രാജ്യം. ഞാൻ ഇവിടെ ഇടയ്ക്ക് വരുന്ന അച്ഛൻ കിടക്കുന്ന മുറിയിൽ വന്ന് കയറിയിരിക്കുന്നു. അതെ. അച്ഛൻ പ്രതീക്ഷിച്ചോ അച്ഛാ? ഇല്ല, അത് അഭിനന്ദൻ പോലെ വിചാരിച്ചില്ല. കാർ നോക്കിയില്ല. അയ്യോ, ഇവനാകത്ത് കയറുന്നു. പോയോ? അച്ഛനാണ് ഇവരൊക്കെ ചോദിക്കുന്നുണ്ടോ? അച്ഛൻ എവിടെ പണിയുന്നത്? ഞങ്ങളാണെ അവിടുന്ന് പ്ലാൻ ചെയ്ത് വന്നിട്ട് വഴിയിൽ കേക്ക് മേടിക്കാൻ നിർത്തിയപ്പോഴാണ് വിളിച്ചത് അച്ഛനെ അമ്മ എവിടെയാന്ന് ചോദിച്ചു. അല്ലല്ല, ഇവിടെ കല്യാണി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ വെച്ച് മറന്നു പോയത്. ആയിട്ട് കല്യാണി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കല്യാണിയുടെ കൊടയാണ്. കണ്ടാ നീ പറഞ്ഞു പറ്റിച്ച പറഞ്ഞു പറ്റിച്ച ഇവനെ പറഞ്ഞില്ല. അപ്പൊക്ക് ഫാനൊക്കെ ഉണ്ട്. ഞാൻ തകച്ചാ കണ്ടിക്കട അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ മാത്രം മതി. അച്ഛൻ്റെ ഇവിടുത്തെ കൂട്ടുകാരനെ വിളിക്കുവാണ്. ഏട്ടപ്പോ കാറ് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അതിന് വഴിയൊന്നുമില്ല ഏട്ടപ്പോ. അപ്പുറത്തെ വഴിയുണ്ടല്ലോ. ഞാൻ അച്ഛനെ കണ്ടായിരുന്നു. അച്ഛൻ അതിലെ വീഡിയോയുമായിട്ട് നടന്നു വന്നേ. ആണോ? അങ്ങനെ നമ്മള് വന്നു. കേക്ക്. അതെ, അച്ഛൻ കിടക്കുന്ന മുറിയിലെ അച്ഛന്റെ കട്ടില്. അങ്ങനെ ഞങ്ങൾ അച്ഛന് വേണ്ടി ഞങ്ങളൊരു ചേട്ടൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല കേട്ടോ, ഞങ്ങൾ വൈകിട്ട് വരും എന്നുള്ളത് വിചാരിച്ചില്ല. വിളിച്ചെങ്കിലും വിചാരിച്ചാ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. എങ്ങനെ പാചകമൊക്കെ ചെയ്യും? എവിടെ ചെയ്യുന്നത്? ആണോ? അച്ഛൻ നിരൂപിച്ചോ, ഞങ്ങൾ വരുമെന്ന് ചിന്തിച്ചോ? ഇനി നമ്മൾ കാത്തിരുന്ന ആളുകൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് അച്ഛൻ്റെ ഡിയറസ്റ്റ് തങ്കച്ചായൻ. തങ്കച്ചായൻ. അടുത്തത് അച്ഛൻ്റെ മുതലാളി വരുന്നുണ്ട്. നമ്മളെല്ലാവരെയും കാണിച്ച് എല്ലാവരുമായിട്ട് നിന്നാണ് നമ്മൾ കേക്ക് മുറിക്കുന്നത്. എൻ്റെ കേക്ക് ഇരിക്കുവാണ്. കേക്ക് വെയിറ്റിങ്ങിലാണ്. അപ്പം നമുക്കെല്ലാവരും വന്നിട്ട് അല്ലേ അമ്മേ കേക്ക് മുറിക്കാം. അതെ, എല്ലാവരും വന്നു. കേക്ക് മുറിക്കാൻ പോവാണ്. അങ്ങനെ 30ാമത്തെ വിവാഹ വാർഷികം നമ്മൾ എരുമേലി വെച്ച് ആഘോഷിക്കാനായിരുന്നു നമുക്ക്. അതെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി ബർത്ത്ഡേ പാടാൻ പോയിട്ടാ. ഹാപ്പി ആനിവേഴ്സറി ടു യു. ഹാപ്പി ആനിവേഴ്സറി അച്ഛാ അമ്മ. ഹാപ്പി കൊച്ചുപിള്ളേരുടെ ബർത്ത്ഡേ പാട്ട്. ഷുഗർ ഉണ്ട്, കുറച്ച് കൊടുത്താൽ മതി. കേശു എനിക്കില്ലെന്ന് നോക്കുന്ന. അതെ അതെ, മക്കൾ അമ്മയ്ക്ക് തരണ്ട. അകത്തെ കൊടുത്താൽ മതി. അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ശകലം ക്രീം കൊടുക്കണ്ട. ഞാനുണ്ട് ഇവിടെ. അച്ഛാ, എല്ലാരും ഇവിടെ മുറിച്ച് കഴിച്ചാൽ മതി. എനിക്ക് അമ്മ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. അതെ, ഞാൻ അങ്ങനെ നമ്മള് കേക്കൊക്കെ മുറിച്ചു. സന്തോഷായി. അച്ഛന് സന്തോഷം, അമ്മ സന്തോഷമായി. അമ്മ 5 മണി വരെ അമ്മ ഇത് പ്രതീക്ഷിച്ചല്ല. 5 മണി വരെ.
ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോഴാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ മൊബൈൽ കണ്ടോണ്ടാ ഞാൻ നിങ്ങൾ ഓർക്കുന്നില്ലായിരുന്നു ചോദിച്ചു. ഞങ്ങൾ അതിനെപ്പറ്റി കുറേ നേരം പറഞ്ഞു എത്ര വർഷമായിരുന്നു. അങ്ങനെ പറഞ്ഞു പോലെ ഇവിടുത്തെ അപ്പം അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ച് അടിപൊളിയാക്കി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും